പക്ഷെ ഇപ്പൊ 2020 എന്ന് പറയുന്നത് എൻഡിഎ എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പൊ ബിജെപി എന്ന് പറയുന്നതാണ് ഈ എൻഡിഎയുടെ ഏറ്റവും വലിയൊരു പാർട്ടിയാണല്ലോ. അപ്പം അവരുടെ ആശയങ്ങളോടൊക്കെ എങ്ങനെയാണ് സാറിന്റെ ഒരു നിലപാട്? ഞാൻ പറയട്ടെ, 2020 എൻ.ഡി.എയുമായിട്ട് അലൈൻഡ് ആയിരിക്കുന്നത് അൺകണ്ടീഷണലി ആണ്. അൺകണ്ടീഷണലി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ രസമുള്ളതാണെങ്കിലും അത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടും കണ്ടീഷൻ പറയരുത് എന്നുള്ളതാണ് അർത്ഥം. അങ്ങോട്ട് ഞാൻ കണ്ടീഷൻ പറയുന്നില്ലെങ്കിൽ ഇങ്ങോട്ടും കണ്ടീഷൻ പറയരുത്. ഞങ്ങളുടെ നേതാവ് സാബു ജേക്കബ് പറഞ്ഞിട്ടുണ്ട്, മത തീവ്രവാദപരമായിട്ടുള്ളോ അക്രമകരമായിട്ടുള്ളോ തെറ്റുകൾ ആര് ചെയ്താലും 2020 എന്നുള്ളൊരു പ്രസ്ഥാനം അത് ചോദിക്കും. അത് സ്വന്തം ഘടകകക്ഷിയാണെങ്കിലും ശരി, വേറൊരു ഘടകകക്ഷിയാണെങ്കിലും ശരി. ഇന്ന് ബിജെപിയുടെ നിലവിലുള്ള ഇപ്പം ഇതിൽ ഞാൻ സാറ് പറയട്ടെ, തൃപ്തനാണോ? ഉദാഹരണത്തിന് ബി.ജെ.പി ക്രൈസ്തവ സമൂഹത്തിന് എതിരാണ് എന്ന് പറഞ്ഞിട്ട് പ്രൊപ്പഗാൻഡ ഇങ്ങനെ അടിച്ചിറങ്ങുന്നുണ്ട്. എന്നാൽ 2020 ബി.ജെ.പി എൻ.ഡി.എയിൽ കൈകോർത്തതിന് ശേഷമാണ് 140 കൊല്ലമായിട്ട് ഓർത്തഡോക്സ് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വഴക്കിന് ഒരു തീർപ്പ് എത്തിക്കാൻ പോകുന്നത്. ഇനി അടുത്തൊരു 6 മാസത്തിനുള്ളിൽ അതിലൊരു തീർപ്പാവും. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് ഈ പറയുന്ന മാറി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നണികളൊക്കെ ഈ പറയുന്ന 140 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എന്താണ് ഒരു ഉത്തരവാദിത്തം എടുത്തിട്ടുള്ളത് പക്ഷെ ഇതിന് അപ്പോഴും ചെയ്യാനായിട്ട്? സാർ, ഇപ്പോൾ നമ്മൾക്കറിയാം ബി.ജെ.പി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എല്ലാവരും പൊതുവെ പറയപ്പെടുന്നതും, എന്നാൽ അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായി തോന്നിക്കുന്ന ഒരു കാര്യമാണ് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുക എന്നത്. ഇപ്പോൾ സാർ തന്നെ പറയുന്നു അങ്ങനെയല്ല, ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായി എന്നും സാർ പറയുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഒരു സമൂഹത്തെ പ്രതിനിധീകരിച്ച് സാറോട് പറയുകയാണ്, ഇതിലത് ബി.ജെ.പി അധികാരത്തിൽ വരുമ്പോൾ ന്യൂനപക്ഷങ്ങളെ വീണ്ടും വീണ്ടും അടിച്ചമർത്തുകയാണ്. അങ്ങനെ ഒരു പാർട്ടിയിലൂടെ ചേരുകയാണ് ഇപ്പോൾ 2020 എന്ന് പറയുമ്പോൾ സാറിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? മീഡിയയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഇൻഫർമേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ എം.എൽ.എമാരുള്ളത് ബി.ജെ.പിയിലാണ്. 250ഓളം എം.എൽ.എമാരുണ്ട്. ഈ വായ് തോരാതെ പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും എൽ.ഡി.എഫ് പിന്നെ ഒരു ചെറിയ പാർട്ടിയായിട്ട് കൂട്ടിക്കോ. ഇന്ത്യ മൊത്തമായിട്ട് നോക്കുമ്പോൾ കേരളത്തിൽ എന്താണോ 2020 എന്നുള്ളത് പോലെ തന്നെ ഇന്ത്യയിൽ എൽ.ഡി.എഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഞാൻ കണക്കാക്കുന്നില്ല. അവർ ഇന്ത്യ മുന്നണി മൊത്തത്തിലെടുത്താലും 10-30 ക്രിസ്ത്യൻ എം.എൽ.എമാരേ ഉള്ളൂ. മനസ്സിലായോ? ആ നേരം ബി.ജെ.പി നിങ്ങൾ വർഗീയത പറയുന്ന ഈ ബി.ജെ.പിയിൽ 230ഓളം എം.എൽ.എമാർ എൻ്റെ അറിവിൽ ക്രിസ്ത്യാനികളാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 3 മുഖ്യമന്ത്രിമാർ ക്രിസ്ത്യാനികളാണ്. ഇവിടെ ഒരാളെ പറയാൻ പറ്റുമോ? അപ്പം ഞാൻ ചിലപ്പോൾ പറയുന്നത് അവര് ന്യൂനപക്ഷത്തിന് അധികാരമോഹത്തിന്റെ പിറകിൽ അല്ല ഞാൻ പറയുന്നത് ഇവിടെ ഈ പറയുന്ന മുന്നണികൾ എൽ.ഡി.എഫിലാണെങ്കിലും യു.ഡി.എഫിലാണെങ്കിലും വർഗീയത ഇല്ല എന്ന് പറഞ്ഞിട്ട് വർഗീയത ഉള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. പക്ഷെ അതിലൊരു മണിപ്പൂരിലെ പള്ളി തകർത്തത് ഉൾപ്പെടെയാണ് അത് ഞാൻ പറയുന്നത് അതൊന്നും ക്രിസ്ത്യാനിറ്റി അല്ല. അത് അവിടെയുള്ള 2 ക്ലാൻസ് തമ്മിലുള്ള വഴക്കാണ്. എന്നാൽ അത് ഇവിടെ കൊണ്ടുവന്ന് അതൊരു പാക്കേജ് ആയിട്ട് ജനങ്ങളെ പക്ഷെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ മണിപ്പൂരിൽ അത്രയും കാലം അത്രയും വലിയ സംഘർഷം ഉണ്ടായിട്ട് നമ്മുടെ രാജ്യം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ട് പോലും പ്രധാനമന്ത്രി അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലെന്ന് പോലും വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയ ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് ഈ പറയുന്ന ചർച്ചകളിൽ എന്തുമാത്രം കഴമ്പുണ്ടെന്നുള്ളത് അന്വേഷിക്കണം. ഞാൻ അപ്പോൾ പറയുന്നത് വെച്ചാൽ പ്രധാനമന്ത്രി അവിടെ എത്തിയിട്ടുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രധാനമന്ത്രി എത്തിയാലേ അവിടെ ശാന്തി ഉണ്ടാകൂ എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറയുന്നത് അവിടെ എത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഇത് എടുക്കില്ല, വേറെ സ്ഥലത്ത് എത്തിയില്ല എന്ന് പറയും. അപ്പം ഞാൻ പറയുന്ന ഒരു 100 നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിലെ ഒരു ലാഗിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് എല്ലാത്തിനും മറക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിന് അർത്ഥമില്ല. പിന്നെ ഒന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. ഞാൻ ഇതിലോട്ട് വന്നിട്ടുള്ള അത് കാരണം നിങ്ങൾ പഴയ ഡാറ്റകൾ ഒരുപാട് എടുത്ത് എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചാൽ ഞാൻ അതെടുത്തിട്ട് അല്ല പറയാൻ സാർ, പറ്റുന്നതല്ല. അതോടൊപ്പം തന്നെ എന്നിരുന്നാലും ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പോൾ നമുക്ക് ഈ കൊടുങ്ങല്ലൂർ മണ്ഡലം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ പറഞ്ഞാണ് ബി.ജെ.പിക്കുള്ളതാണ് എന്നതാണ്. ബി.ജെ.പി നേരെ പറഞ്ഞേ നേരത്തെ വലിയ രീതിയിൽ ചർച്ചകളുണ്ടായിരുന്നു. തുടങ്ങിയിരുന്നില്ലേ ഞാൻ ചെറുതായിട്ട്? പറയട്ടെ, ബി.ജെ.പി എന്ന് പറയുന്നത് ഇതിൽ ഈ പറയുന്ന കക്ഷികളിലെ ഏറ്റവും വലിയ കക്ഷിയാണ് അല്ലേ? അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി 2020 എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി അകത്തോട്ട് വന്നതാണ്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ബി.ഡി.ജെ.എസ് ആണെന്നുണ്ടെങ്കിൽ അത് കൺഫ്യൂഷൻ ഇല്ല. കഴിഞ്ഞ ഇലക്ഷനിൽ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിച്ചു സ്വാഭാവികമായിട്ടും അവർ അതേ സീറ്റുകളിൽ വരാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ടെന്നുള്ളത് പ്രതീക്ഷിക്കാം. എന്നാൽ 2020 എവിടെ വരുമെന്നുള്ളതിനെക്കുറിച്ച് പ്രതീക്ഷയില്ല. അപ്പോൾ ഒന്ന് ചിഹ്നമില്ല 2020ക്ക്. അപ്പോൾ ബി.ജെ.പി ഞങ്ങളിവിടെ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ ഇവിടെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ബി.ജെ.പിയുടെ അനുയായികൾ പറഞ്ഞ് നിങ്ങൾക്ക് ചിഹ്നം വന്നിട്ടില്ല. അപ്പോൾ ചിഹ്നം വരാത്തുമ്പോൾ എന്താ 2020 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. അവർ പോസ്റ്റുകളിൽ എല്ലായിടത്തും ബുക്ക് ചെയ്യാനായിട്ട് താമരയുടെ ചിഹ്നം വെച്ചിട്ട് ബുക്ക് ചെയ്ത് നോക്കി എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മതിലെഴുതുകയോ ഇതെല്ലാം ചർച്ചകളുടെ ഒരു ഭാഗമായിട്ട് നടക്കുന്നു എന്നുള്ളതല്ലാണ്ട് അതൊന്നും ഒരു എന്താ പറയുന്നത് ഒരു കോൺട്രവേഴ്സി ആയിട്ട് വരേണ്ട കാര്യങ്ങളല്ല. ഇന്നേ വരെ ഏതെങ്കിലും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു നേതാവ് മുന്നോട്ട് വന്നിട്ട് അതിന് ഒരു അനിഷ്ടം പറഞ്ഞിട്ടുണ്ടോ? ആഗ്രഹങ്ങളുണ്ടാവും.
എനിക്കിവിടെ മത്സരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കാം. അതപ്പോൾ ആർക്കും ആഗ്രഹിക്കാമല്ലോ. എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് നേമത്തിൽ പോയി മത്സരിക്കണം, രാജീവ് ചന്ദ്രശേഖർ പാലക്കാട് പോയി മത്സരിക്കുന്നതൊക്കെ എനിക്ക് ആഗ്രഹിക്കാം. പക്ഷേ പാർട്ടി നേതൃത്വത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിനിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ പാർട്ടി അത് അംഗീകരിച്ച് മുന്നോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.